ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലീവ് എംബ്രോയ്ഡറിയാണ്. അതുപോലെ മൂൺ ഗോഡസിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്ലീവ് എംബ്രോയ്ഡറിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് നിങ്ങൾ ആ തമ്പനയിൽ ശ്രദ്ധിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പാറ്റേൺസ് വരച്ചു കൊടുക്കാം. എക്സാക്റ്റ് അവരാ ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഈ ഒരു രീതിക്കാണ് ജസ്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലീവിൻ്റെ ടോപ്പ് തൊട്ട്, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് സ്ലീവ് വരെ വരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇത് നമുക്ക് കൈക്ക് വഴങ്ങുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വരച്ചു കൊടുക്കാം. അതാണ് നമ്മൾ ഈ ഒരു പാറ്റേണിനകത്ത് പ്രത്യേകിച്ച് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാക്റ്റ് അവർ ചെയ്തേക്കുന്ന പോലെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തീരെ വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്കാണെങ്കിൽ ഇതേപോലത്തെ ഒരുപാട് പാറ്റേൺസ് നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾക്ക് കോപ്പി എടുത്ത് സ്കെച്ച് ചെയ്താൽ മതിയാവും. എക്സാക്റ്റ് അതുപോലെ വേണം എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മൾക്ക് എങ്ങനെയാണോ ഒരു രീതിയിൽ നമുക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ വരച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് ഡിസൈൻസ് വരയ്ക്കാറ്, സ്കെച്ച് ചെയ്യാറില്ല ഒന്നും തന്നെയും. അപ്പം നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഏകദേശം അവർ ചെയ്യുന്ന പോലെ വന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ഈ കാണുന്ന പോലെയൊക്കെയാണ് വരയ്ക്കേണ്ടത്. പിന്നെ ഇതിനിടയ്ക്കെല്ലാം കുഞ്ഞു കുഞ്ഞു ലീഫുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഫ്ലവർ വരാനായിട്ടാണ് നമ്മൾ ആ റൗണ്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അതേപോലെ നിങ്ങൾ സ്ലീവ് ചെയ്യാനായിട്ട് എടുക്കുമ്പം നിങ്ങൾ സ്ലീവ് ചെയ്യുമ്പോൾ എപ്പോഴും സ്ലീവിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ സ്ലീവിന് വരുന്ന കണക്കാക്കിയിട്ടുള്ള തുണി എടുക്കുമ്പം നിങ്ങൾക്ക് എത്ര ഭാഗത്തേക്ക് ഡിസൈൻ വേണോ അത്രയും ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻസ് വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മെയിനായിട്ട് എടുത്തേക്കുന്നത് കട്ട് ബീഡ്സ് ആണ്. ഗോൾഡൻ കട്ട് ബീഡ്സും പിന്നെ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്ലവറിന് സെൻറ്ററിൽ വെക്കാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഫ്ലവർ ചെയ്യാനായിട്ട് ആങ്കർ ത്രെഡാണ് എടുത്തേക്കുന്നത്. റെഡ് കളർ ആങ്കർ ത്രെഡാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 10 എടുത്തിട്ടുണ്ട് ബീഡ്സ് വർക്കിന് വേണ്ടി. പിന്നെ ത്രെഡ് വർക്കിന് വേണ്ടി ഹോൾ വലിപ്പമുള്ള ഒരു നീഡിലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പം നമ്മൾ ഈ സ്റ്റെമ്മായിട്ട് കൊടുത്തേക്കുന്ന കംപ്ലീറ്റ് ഡിസൈൻസും നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യാൻ എളുപ്പത്തിനും അതായത് സൗകര്യത്തിനും സമയ ലാഭത്തിനൊക്കെ വേണ്ടിയിട്ടാണ് 2 ബീഡ്സ് 3 ബീഡ്സൊക്കെ വെച്ച് ചെയ്ത് കാണിക്കാറ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഓരോ ബീഡ്സ് തന്നെ വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം നിങ്ങൾക്കത് ചെയ്യുന്നത് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട്, അതായത് ഓരോ ബീഡ്സ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ പെർഫെക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കുക. ഫെയർ ക്ലോത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്റ്റെമ്മ് കൊടുത്തേക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ലീഫാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ലീഫ് പാറ്റേൺ ഉണ്ടല്ലേ, അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ നമുക്കിവിടെ ചെയ്ത് കൊടുക്കാം. 3 ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ 3 ലെയറായിട്ട് ചെരിച്ച് കുത്തി കൊടുത്തിട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതി അല്ലാതെ നമ്മൾ മറ്റൊരു രീതിയും കൂടെ ഈ ഇതിനകത്ത് ലീഫ് പാറ്റേൺ വരുന്നത് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ പാറ്റേൺസ് വരച്ച് കൊടുക്കുക. ആ പാറ്റേൺ നേരെ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കെല്ലാം നമുക്ക് എവിടേക്കാണോ ലീഫ് വെച്ച് കൊടുക്കാൻ പറ്റുന്നത് അവിടേക്ക് ലീഫ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് പല പല ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലെല്ലാം നമുക്കിത് ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളത് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു 2 സൈഡിലും നമുക്ക് ഇതേപോലെ തന്നെ ലീഫ് പാറ്റേൺ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മോൺഗോഡസിൻ്റെ ഡിസൈൻസൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഡിസൈൻസ് അവരെല്ലാം ചെയ്യുന്നത് ആരി വർക്കാണ്. നമുക്കെല്ലാം നോർമൽ നീഡിലുകൊണ്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പല ഡിസൈൻസും മോൺഗോഡസിൻ്റെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ പേജിലോ ചാനലോ ചെക്ക് ചെയ്താലും മനസ്സിലാവുന്നതാണ്. അപ്പം ഒരുമാതിരിപ്പെട്ട ഡിസൈൻസൊക്കെ നമുക്ക് നോർമൽ നീഡിലുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ബീഡ്സ് വെച്ചിട്ട് ചെറിയ സ്റ്റെമ്മ് പോലെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലേക്ക് കൊടുത്തേക്കുന്ന ആ ഒരു ലൈനും കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം ഇതേപോലെ തന്നെ 2 ബീഡ്സ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പം നമ്മൾ ഫെയർ ക്ലോത്തിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ബീഡ്സ് വെച്ച് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഞാനിപ്പം കൂടുതലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ട്യൂട്ടോറിയൽ പോലെ ഫെയർ ക്ലോത്തിലല്ലാതെയാണ് ചെയ്ത് കാണിക്കുന്നത്. അത് ഞാൻ വീഡിയോസിലൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഏത് രീതിക്കാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടതെന്ന്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫെയർ ആയിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓരോ ബീഡ് വെച്ചിട്ട് നന്നായിട്ട് ചെയ്ത് കാണിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരു ബീഡ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും അതേപോലെ ചെയ്തിട്ടും ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ് യോക്ക് എംബ്രോയ്ഡറി വരുന്ന ഒരു ഡിസൈൻ ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ഇതുപോലെ ഇത്രയൊന്നും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു വളഞ്ഞ് വരുന്നൊരു ഡിസൈൻ ഇത് ഞാനിപ്പം ഓരോ ബീഡ്സ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ മനസ്സിലാവും കേട്ടോ.
ഇതുപോലുള്ള വളഞ്ഞു വരുന്ന ഡിസൈൻസൊക്കെ തീർച്ചയായിട്ടും ഓരോ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ടും കൂടി സഹായിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ ബീഡ്സ് വെച്ച് നമ്മൾ ആ ഒരു വളഞ്ഞ ഷേപ്പൊന്നും ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനിടയ്ക്കൊക്കെ നമുക്ക് ലീഫുകൾ ചെയ്ത് കൊടുക്കണം. അപ്പം ലീഫ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 2 രീതിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും 2-3 ബീഡ് വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു സ്റ്റെം വരുന്ന പോലെ ഫീൽ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ ഒരു ഗ്യാപ്പൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസൈൻ കണ്ടപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി കാണും. ഈ ഒരു രീതിയിലൊക്കെ നമ്മളതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലീഫും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓൾ ഓവർ ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ഈ ഒരു രീതിക്കും കൂടി നമുക്ക് ലീഫ് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതായത് നമ്മൾ 3 ബീഡ്സ് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് കുത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മളതിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബീഡിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം വീണ്ടും 3 ബീഡ്സ് എടുത്തിട്ട് ഈ രീതിയിൽ നേരെ താഴേക്ക് ഇതുപോലെ ചെരിച്ച് സെൻറ്ററിലേക്ക് വരുന്ന രീതിക്ക് കുത്തി കൊടുക്കണം കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കുത്തി കൊടുക്കും. ഒരു ബീഡിൻ്റെ താഴേക്ക് കുത്തിയെടുത്തിട്ട് നേരെ സെൻറ്ററിലേക്ക് ഇതുപോലെ കുത്തി കൊടുക്കും. കണ്ടോ, ഈ രീതിക്കാണ് വരുന്നത്. വീണ്ടും നമ്മൾ ഒരു ലെയർ കൂടെ ഇതേ രീതിയിൽ തന്നെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒരു ലീഫ് പാറ്റേൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സാധാരണ ചെയ്യുന്ന ഒരു രീതിയിലല്ല, നമ്മൾ വേറൊരു രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ജസ്റ്റ് നമുക്ക് അതിനൊരു സ്റ്റെം വരുന്ന പോലെ ഇതുപോലെ 3 ബീഡും കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ രീതിക്ക് നമ്മളിതും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഓൾ ഓവർ ഡിസൈൻ വരച്ചു കൊടുത്തേക്കുന്നത്. അത്രയും ഭാഗത്ത് ഇതേ രീതിയിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലവറും കൂടി എങ്ങനെയാണ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഫ്ലവർ ചെയ്യുന്നത് റിംഗ് നോട്ട്സ് ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ആങ്കർ ത്രെഡൊന്നും കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ പോലെ സെൻറ്ററിൽ ഒരു റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്നും ഇങ്ങനെയാണ് വെച്ച് കൊടുക്കണേ നോക്കാം. അപ്പോൾ ഇതേ ത്രെഡ് കൊണ്ട് തന്നെ നമുക്ക് ആ റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീഡാണല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ ആ ബീഡ് വെച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റും നമുക്ക് റിംഗ് നോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റിംഗ് നോട്ട്സ് ഇടാൻ പാടുണ്ടെങ്കിൽ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അത് ഏത് വേണേലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നോട്ട് ഫ്രഞ്ച് നോട്ട് റിംഗ് നോട്ട്സ് ഒക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പേജിലോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് നോക്കിയാൽ ഇത് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്കാണെങ്കിൽ നന്നായിട്ട് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് നമ്മളിത് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റിംഗ് നോട്ട്സ് ഇടാൻ പാടാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് നോട്ടും ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ ഈ കളറുകളൊക്കെ ത്രെഡിൻ്റെ കളറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന കളർ വേണമെന്നൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ക്ലോത്തിൻ്റെ കളറും അതേപോലെ തന്നെ നമ്മൾ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് അതിന് സൂട്ടാവുന്ന കളറിൽ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് ത്രെഡൊക്കെ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ബീഡ്സിനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡൻ കളർ ബീഡ്സിന് പകരം ആൻറ്റിക് ബീഡ്സും എടുക്കാവുന്നതാണ്. അതും നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണല്ലോ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് പാറ്റേൺസ് ഏത് രീതിയിൽ വേണമെങ്കിലും വരച്ചു കൊടുക്കാം. അതുപോലെ ബീഡ്സ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു യൂണിക്നെസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ അത് ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിക്ക് ഫ്ലവേഴ്സും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എത്ര വരച്ച് കൊടുത്തിട്ടുണ്ടോ അത്രയും ഭാഗത്തും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രേ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമാവുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റായിട്ട് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. ഇനി ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് തന്നെ കമൻറ്റായിട്ട് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ നിങ്ങളുടെ സജഷൻസും എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനൊക്കെ സാധിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് വാട്സപ്പിൽ അയച്ചു തരികയും ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു പാറ്റേൺ നമുക്ക് ഫില്ല് ചെയ്ത് കിട്ടും. അപ്പോൾ ഔട്ട്ലുക്ക് ഇതുപോലെ മൂൺഗോഡസിൻ്റെ ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.